ഫെമിനിസം എന്താണെന്ന് അറിയാത്ത ഫെമിനിച്ചികളാണ് നമ്മുടെ നാടിന്റെ ശാപമെന്ന് ഞാൻ പറയും. ശ്രീലക്ഷ്മിയും ഈ സ്ത്രീയും ചേർന്ന് നിരന്തരമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി എന്തോ സംസാരിക്കുന്നു എന്ന വ്യാജേന പുരുഷ വിരോധം കുത്തി നിറയ്ക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ 2-3 വീഡിയോസ് ഇവരുടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് എടുക്കാതിരുന്നു പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ആപ്റ്റ് ആണെങ്കിലും അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിന്റെ ഓപ്പോസിറ്റ് വേർഷനാണ് പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത്. ഒരു ഭാഗം ഒന്ന് കേൾക്കാം. ഐശ്വര്യ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു. ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. ഇത് അവിഹിതമായിരുന്നു. അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, വൃത്തികെട്ട ചിന്താഗതി. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ട്. അതിലത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യം. ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹിതം നമുക്ക് അവിഹിതം എന്ന ഒരു ടേമിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ പെങ്കൊച്ചുണ്ടല്ലോ, ഈ മെയിൻ സ്ട്രീമിലെ ഈ പെങ്കൊച്ച് സത്യമായിട്ട് ആരെങ്കിലും കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുമെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടുകയാണെങ്കിൽ ശരിയാണ്, അവർക്ക് വ്യൂ ആണല്ലോ മുഖ്യം. പക്ഷെ അതിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അവർ വിവാഹിതരായിരുന്നു അല്ലായിരുന്നു എന്നുള്ളതൊക്കെ പിന്നുള്ള സംഗതിയാണ്. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു, അതിലൊരു കുഞ്ഞുണ്ടായി. അത് അവിഹിതമാണോ എന്ന് വെച്ചാൽ എന്താണ് അവിഹിതം എന്ന് പോലും അറിയാത്തൊരു വാഴ കൊച്ചാണ് ആ കൊച്ചെന്ന് ഞാൻ പറയും. അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയെ അടിച്ചു മാറ്റുക, മറ്റൊരാളുടെ ഭർത്താവിനെ അടിച്ചു മാറ്റുക, അങ്ങനെയൊക്കെ ഉള്ളതിനാണ് അവിഹിതം എന്ന് പറയുക. അത് അവർക്ക് ഹിതമായിരിക്കും, ലോകം മുഴുക്ക അവിഹിതമായിരിക്കും, അവിഞ്ഞ ഹിതം. എനിവേ, അതാണ് നമ്മൾ പറയുക അവിഹിതമെന്ന്. ഇത് എന്തടിസ്ഥാനത്തിലാണ് ഈ കൊച്ചിനെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് അറിയത്തില്ല. ഏതായാലും നല്ല മെഡിക്കായിട്ട് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവരെഴുന്നേറ്റ് അവരെ പാട് നോക്കിപ്പോയി. ഇത് ഇവരെ എന്തിനാണ് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് പറയേണ്ട പോയിന്റ്. ഇതിനകത്ത് എനിക്ക് അവരെ ഒന്നും പറയാൻ തോന്നിയില്ല. പക്ഷെ ഒരുപാട് പേര് ഇതിനെ എടുത്ത് വെച്ചിട്ട് അവിഹിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ല അവിഹിതത്തിന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങിരുന്നു കൊണ്ട് തത്വശാസ്ത്രം പറയുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ പിറ്റിയാണ് ഫീൽ ചെയ്തത്. അവരുടെ ലൈഫിൽ നടന്ന ഒരു വലിയ ഇൻസിഡന്റ് ആണ് അവരത് വളരെ ലൈറ്റനായിട്ട് പൊതുസമൂഹം മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത്. ചിലർക്കത് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വന്നു ഇപ്പം പെൺകുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എന്നൊരു ടൈമുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കണം. ഒരാൾ നമ്മളെ ഉപയോഗിച്ചു, അതിലൊരു കുഞ്ഞായി അല്ലെങ്കിൽ 2 കുട്ടികളായി, അവൻ കളഞ്ഞിട്ട് പോയടനെ ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞ് കൊച്ചുങ്ങളെ എടുത്ത് കെട്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുമ്പോൾ ഒരു ഉണർവ് വരും, തിരിച്ചുണർവ് വരും. വിഴിപ്പുണർവെന്ന് തമിഴിൽ പറയും. അങ്ങനെ വരും. അതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ സ്ത്രീ അത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അല്ലാണ്ട് ലോകത്തുള്ള എല്ലാവരുടെ അവർ അവിഹിതം നടത്താൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് അവിഹിതം? ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു. എവിടെയാണ് ഈ ചതി വരുന്നത്? ഈ സെക്ഷൽ നീഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ആണിന് വ്യത്യാസം, പെണ്ണിന് വ്യത്യാസമൊന്നുമല്ല. കൺസേൺ ചെയ്യാതെ, പരിഗണനയില്ലാതെ വരുന്ന ഒരു ഫാമിലി ലൈഫിൽ മിക്ക പെണ്ണുങ്ങളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവിഹിതം. അനുകൂലനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല. ചെയ്യുന്നവരടുത്ത് എനിക്ക് വലിയ ഒബ്ജക്ഷനൊന്നുമില്ല. ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു വെച്ചാൽ ജമ്മാലത്ത് ചെയ്യത്തില്ല. കാരണം അത് ചതിയാണ്. പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് വേറെ പോകണമെന്നല്ലാതെ അവനെ വെച്ചോണ്ടിരുന്ന അല്ലെങ്കിൽ അവളെ വെച്ചോണ്ടിരുന്നിട്ട് ആ കണ്ടം നിരങ്ങുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. ഈ സ്ത്രീയുടെ കേസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് സോഷ്യൽ മീഡിയയ്ക്ക് ഭയങ്കര ഒരു വൈരാഗ്യമുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ ഇവിടെ കാണിക്കാം. ദീപക്കിന്റെ അമ്മേന്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. അച്ഛന്റെ സ്പേസ്, അതായത് അച്ഛന്റെ നാണക്കേടുള്ള വിഷമമുള്ള ഫേസുകളാണ് എനിക്ക് കാണാൻ പറ്റില്ല. അച്ഛൻ പൊട്ടിക്കരയുന്ന അങ്ങനത്തെ ഒരു സ്പേസ് അല്ല. അച്ഛന് ഭയങ്കര പ്രശ്നമുണ്ട് ഇതിനെ കുറിച്ച്. അച്ഛൻ എവിടെയോ അറിയാവുന്ന വരെ എനിക്ക് തോന്നി. ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, എന്റെ മോനെ നീ അങ്ങനെ ചെയ്ത് കാണും, ഇങ്ങനത്തെ ഒരു ഫീൽ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തമാശയായിട്ട് പറയുന്നത് എനിക്ക് അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട്. ഇവർ കരുതിയിരിക്കുന്ന ഒരു ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷ വിരോധമാണ്. ചിലപ്പോൾ അവരുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും അവർ അങ്ങനെ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. അല്ലാതെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇക്വാലിസമാണ്. അതിന് പുരുഷ വിരോധം എന്നല്ല പറയുക. ആൺമേൽക്കോയ്മയുള്ള ഒരു സൊസൈറ്റിയിൽ ആണുങ്ങളാൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്ക് തുല്യ പരിഗണന ഉണ്ടാക്കിയെടുക്കാനുള്ള തീവ്ര ശ്രമം, അതാണ് ഫെമിനിസം എന്നതുകൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഷീ മേ ബി വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടായിരിക്കാം. ഇനി വിഷയത്തിലേക്ക് വരാം. ഇവർ പറഞ്ഞത്, ഈ പറഞ്ഞ വ്യക്തി മരിച്ചു, ഇപ്പം ബസ്സിലുണ്ടായ ഇൻസിഡന്റിന് ശേഷം ആത്മഹത്യ ചെയ്ത പയ്യൻ, അവൻ്റെ അച്ഛൻ അത് ചുമ്മാ ഇരിക്കുകയായിരുന്നു, അത് വലിയ ഫീലിംഗ് ഒന്നും അല്ലായിരുന്നു. ലോകത്ത് എവിടെയെങ്കിലും അച്ഛന്മാർ ഇതുപോലെ അലറി വിളിച്ച് കരഞ്ഞ് പറയണത് നിങ്ങൾ കിട്ടണം. അമ്മയ്ക്കാണ് ഏറ്റവും ഫീലിങ്സ് വരിക. അമ്മ തന്നെയാണ് ആ ഫീലിങ്സ് പ്രകടിപ്പിക്കുകയും ചെയ്തത്. അച്ഛനൊക്കെ വിഷമമുണ്ടെങ്കിൽ പോലും കടിച്ചമർത്തും. ആണുങ്ങൾ കരയാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇവർ പറഞ്ഞത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അവർ പറയുന്ന എല്ലാം റോങ് ആണെന്ന് പറയുന്നതിനോട് വിയോജിപ്പാണ്. അവർ മുന്നോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മീറ്റു ഇതിനൊക്കെ എതിരേക്ക് അവർ ശക്തമായി പൊരുതുന്നത് കണ്ടിരുന്നു. ഞാൻ ആ ഡിബേറ്റൊക്കെ വളരെ കൗതുകത്തോടെയാണ് കണ്ടത്. എന്താ പ്രശ്നം എന്നറിയാമോ? അവർക്ക് എന്തൊക്കെ അറിയാം, ബട്ട് അത് ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ അവർക്ക് അറിയാൻ പറ്റുന്നില്ല. രാഹുൽ ഈശ്വറിന്റെ മറു ചോദ്യങ്ങൾ പതറുകയാണ്. പതർച്ചയില്ലാതെ കൃത്യമായി മറുപടി പറയാൻ കപ്പാസിറ്റി ഉള്ളവരെ വിളിക്കുകയില്ല ഡിബേറ്റിന്. അതാണ് കഷ്ടം. എന്ന് വെച്ചാൽ എന്നെ വിളിക്കുന്നില്ല, എന്നെ വിളിച്ചാൽ ഞാൻ പോകില്ല, അത് വേറെ കാര്യം. പക്ഷെ സ്റ്റിൽ
മറുപടി പറയാൻ കഴിവുള്ള ഒരുപാട് ഫെമിനിസ്റ്റുകളുണ്ട് നമുക്കിടയിൽ. അവരെ ആരെയും വിളിക്കത്തില്ല. ഇത്തരം മണ്ടത്തരം വിളമ്പുന്ന ഫെയിമിന് വേണ്ടി ഓടുന്നവരെയാണ് വിളിക്കുന്നത്. മെയിൻ സ്ട്രീം ചാനലുകാർ ആ തലകുത്തി മറിഞ്ഞാലും എൻ്റെ കയ്യിൽ നിന്നൊരു ഇൻ്റർവ്യൂ അവർക്ക് കിട്ടത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്നറിയാം? രേണുവിനെയും അച്ഛനെയും തമ്മിൽ തെറ്റിച്ചതിന് ഏറ്റവും വലിയ കാരണക്കാരെന്ന് പറയുന്നത് ഈ ചാനലുകാരാണ്. സോ കുത്തിത്തിരിപ്പിൻ്റെ ആശാനും ആശാട്ടിമാരുമാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ 7 അയലത്ത് അടുപ്പിക്കുന്നതാണ്. എന്നോടും ചോദിച്ചിരുന്നു, ഇൻ്റർവ്യൂ കൊടുത്തില്ല. ഫെയിമിനേക്കാൾ ഉപരി നമ്മൾ നമ്മുടെ കുഴി തോണ്ടുക എന്നാണ്. ഈ പെങ്കൊച്ചുണ്ടല്ലോ, ഈ പെങ്കൊച്ചിനാ തല്ലു കൊടുക്കേണ്ടത്. അമ്മാതിരി ചോദ്യങ്ങളായിരുന്നു ചോദിക്കുന്നത്. അവിഹിതം എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അവൾ അതെങ്ങനെ ചൊറിഞ്ഞു, അവരെ കൊണ്ട് എങ്ങനെയും മാന്തി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് തിന്നരുത് കേട്ടോ, എത്തൂല. ഒരു പരിധിയൊക്കെ വേണ്ടേടി. എന്തായാലും കൊള്ളാം, എന്നെ വിളിച്ച സ്ഥിതിക്ക് എനിക്കിതിൻ്റെ മനസ്സിലായിരിക്കുന്നു. ഇനി അവിഹിതത്തിലേക്ക് വരാം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധം നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് നിന്നുകൊണ്ട് സർക്കസ് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ അവിഹിതങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. ഇനി പറ്റിച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരാൾക്കൊപ്പം പോകുമ്പോൾ അയാൾക്ക് മറ്റൊരു പാർട്ട്ണർ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും അത് തെറ്റ് ചെയ്യരുത്, ആവർത്തിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഒന്നുണ്ട്, അവർ ജീവിച്ചത് അങ്ങനെയല്ല, ലിവിങ് ടുഗദർ ആയിരുന്നു. രാജ്യം അനുവദിക്കപ്പെട്ട നിയമത്തിൻ്റെ അണ്ടറിൽ നിന്നുള്ള ഒരു വ്യവസ്ഥയിലാണ് അവർ ജീവിച്ചത്. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാൻ പറ്റും. അതിൽ കുട്ടികളുണ്ടായാൽ ആ കുട്ടികളെ അംഗീകരിക്കുകയും ചെയ്യും, ഗവൺമെൻറ് അംഗീകരിക്കും. പിന്നെ എന്താ ഇവർക്ക് പ്രശ്നം? ഈ സദാചാര സാധനവും കൊണ്ട് ഫെമിനിസ്റ്റുകളുടെ തലയിൽ കയറുന്ന പരിപാടി അങ്ങ് നിർത്തിവെക്കാം. അവരുടെ ലൈഫിലുണ്ടായ കുറേയധികം ഇതേപോലുള്ള പ്രോബ്ലംസ്, ഹെക്ടിക്കായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ആ ലൈഫിലുണ്ടായിരുന്ന കുറേയധികം പ്രോബ്ലംസ്, അതാണ് അവരെ കൊണ്ട് ഫെമിനിസം പറയിപ്പിക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, ഒരു പരിധിവരെ തെറ്റുമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ ലൈഫിലുള്ളതായിരിക്കില്ല മറ്റൊരാളുടെ ലൈഫിൽ നടക്കുക. നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്തു അങ്ങനെ ആയിരിക്കില്ല അയാൾ ഫേസ് ചെയ്യാൻ പോകുന്ന. ഓരോരുത്തർക്കും ഡിഫറൻസ് ആയിട്ടായിരിക്കും അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, സോ ഇത് ഞാൻ ഇങ്ങനെയാണ് സോൾവ് ചെയ്തത് എന്ന് മാത്രം പറയാനേ കഴിയുള്ളൂ. അവരെങ്ങനെ അത് സോൾവ് ചെയ്യണമെന്ന് പറയാനോ സജഷൻ കൊടുക്കാനോ ഉള്ള ഒരു മിടുക്കും ഒരാൾക്കും ഇല്ല എന്ന് ഞാൻ പറയും. ഈ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്നവർക്ക് പോലും സർട്ടിഫിക്കറ്റ് കോഴ്സാണത്, സർട്ടിഫൈഡ് ആണ് എന്ന് കൃത്യമായി അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. അങ്ങനെ അല്ലാത്തവർ മോട്ടിവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. അവിഹിതമല്ല എന്ന് വ്യക്തമാണ്. പിന്നെ അത് ചോദിച്ചവരെ ചൊറിഞ്ഞ് അവരെ കൊണ്ടത് പറയിച്ച് അവരെ ഏറെ കയറ്റി നിർത്തുമ്പോൾ ഇവർക്ക് കിട്ടുന്ന വ്യൂ ആണ് അവരുടെ ലക്ഷ്യം. ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് പറയുന്ന ആശയങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാതെ ഒരു സ്ത്രീയെ കൊണ്ട് തന്നെ അവളെ അവഹേളിക്കാൻ മെയിൻ സ്ട്രീമുകാർ കാണിക്കുന്ന ഒരു ഉത്സാഹമുണ്ടല്ലോ. രേണു എന്ന സ്ത്രീയെ നശിപ്പിച്ച് നാരാങ്കലാക്കി കുഴി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുഴിയിലിട്ടിട്ടാൽ മതി, അമ്മാതിരി നശിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ചാനലുകാരെ ബോയ്ക്കോട്ട് ചെയ്യുകയാണ് വേണ്ടത് പൊതുസമൂഹം. ഇവരാണ് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ. അല്ലാതെ ആ സ്ത്രീ കൃത്യമായി അതിന് മറുപടി കൊടുത്തിട്ട് എഴുന്നേറ്റ് പോയി. ഇവരുടെ ഒരു വിചാരം, അല്ലെങ്കിൽ ഇവരിത് പബ്ലിക്കിലേക്ക് കൊടുത്തത് കുറേയധികം പേര് എടുത്തു വെച്ചു. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി അത് എടുത്തു വെച്ച് ചെയ്യുന്ന കണ്ടപ്പോൾ സത്യമായിട്ടും അന്തം വിട്ടുപോയി. എന്താണിത്? അവരെന്താ പറഞ്ഞത്? അവൾ ഒരു പക്ഷേ ഫെമിനിസ്റ്റ് ആയിരിക്കാം. നമുക്ക് ഫെമിനിസ്റ്റുകളോട് ദേഷ്യം ഉണ്ടാവാം. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അവർ മുന്നോട്ട് വെച്ച ഒരു വലിയ വിഷയം അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവർ 2 ഇടത്തിൽ, ഒന്നാമത്തെ കാര്യം, ഇവർ ആ ദീപകിൻ്റെ അച്ഛനെ പറ്റി വളരെ മോശമായി പറഞ്ഞു. അത് അവർക്ക് ആണുങ്ങളോടുള്ള ഒരു ശത്രുത മനോഭാവമാണ്. വല്ലാത്തൊരു വെറുപ്പ് ആണുങ്ങളോടുണ്ട്. അത്രത്തോളം അവഹേളനങ്ങളും ഇറിറ്റേഷനും അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. അതായിരിക്കത്തില്ലേ? മറ്റൊരർത്ഥത്തിൽ നോക്കൂ അതെങ്ങനെയാണെന്ന്. ആ ഒരു കാര്യം നമ്മൾ എതിർക്കുന്നു. പക്ഷേ ഇത് അവരുടെ ലൈഫിൽ നടന്നൊരു കാര്യമാണ്. അത് അവിഹിതമാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ചെരുപ്പൂരി അടിക്കേണ്ടത്. ഞാനാണെങ്കിൽ അടി പറ്റിക്കും, അതുകൊണ്ടല്ലേ പോവാതിരുന്നത്. ഇൻ്റർവ്യൂവിന് പോയാൽ കണാ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ചവിട്ടുക മർമ്മത്തായിരിക്കും. എനിക്ക് മുഖത്തൊന്നും അടി വരില്ല, മർമ്മത്ത് നോക്കി ചവിട്ടി കൊടുക്കും. അത് അമ്മാതിരിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വിഷയം കണ്ടപ്പോൾ എനിക്കിതിന് എൻ്റെതായ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്തിട്ടൊരു വിഷയം എടുക്കുമ്പോൾ ശരിക്കും അപഗ്രഥിക്കുക. എന്താണ് അതിനകത്തുള്ള വസ്തുത എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു സ്ത്രീ മുൻപോട്ട് വന്ന് തങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയത്തില്ല. ഒരുപക്ഷെ പറയും. എപ്പോഴെന്നറിയോ? അവൾ അമ്മുമ്മയുടെ അമ്മുമ്മയോ ഒക്കെ ആകുന്ന സമയത്ത് ചിലപ്പോൾ ചെറുകുട്ടികളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരിക്കും. അതുവരെ അവർക്ക് ആ ധൈര്യം ഉണ്ടാവത്തില്ല. കാരണം നമ്മുടെ ഓരോ ഡിസിഷനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിനെ ബാധിക്കും, സ്വസ്ഥ ജീവിതത്തിനെ ബാധിക്കും എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് പലരും അടങ്ങി പോകുന്നതാണ്. ആ അടക്കം വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് ഓരോ ആണുങ്ങളും ആയിരിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ അനുഭവിച്ച അടിമത്തം മറ്റൊരു പെൺകുട്ടി അനുഭവിക്കരുതെന്ന് ഓരോ ആണുങ്ങളും ചിന്തിക്കുന്നിടത്ത് ഇവിടെ ഓട്ടോമാറ്റിക് വരും ഫെമിനിസം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആരും അതിനുവേണ്ടി ഓരം പ്രസംഗിക്കുകയോ ഒച്ചപ്പാട്ടിടേണ്ടോ കാര്യമില്ല. അതൊരു വലിയ സബ്ജക്റ്റാണ്, ഹ്യൂജ് സബ്ജക്റ്റ്. അത് പറയാൻ ഉദ്ദേശിച്ച് പോകുന്നവർ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിക്കോട്ടെ. അല്ലാത്തവർ അതിനെപ്പറ്റി പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ശ്രീലക്ഷ്മിയോ ഈ സ്ത്രീയോ ഫെയിമിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെയിൻ സ്ട്രീമൊക്കെ വിളിക്കുമ്പോൾ ഓടിപ്പോയി അവിടെ ഇരുന്നുകൊണ്ട് ഇൻ്റർവ്യൂവിന് ചാടി ഇരുന്ന് കൊടുക്കുന്നത്. ശ്രീലക്ഷ്മി തുടരെ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത് കണ്ടിരുന്നു.
അവൾക്ക് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാകുന്നുണ്ട്. അവൾക്ക് നല്ല ബോധ്യമുണ്ട് ദീപക്കിന്റെ വിഷയത്തിൽ ദീപക് ഇന്നസെന്റ് ആണ് എന്നുള്ളത്. പക്ഷെ സമ്മതിച്ചു കൊടുക്കൂല. അങ്ങനെ തീ പറ്റി നിന്നാൽ മാത്രമല്ല ബിഗ് ബോസിലേക്ക് അവസരം കിട്ടും. പുള്ളിക്കാരത്തി പോയിരുന്നു, അതിൻ്റെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്തിരുന്നു, എന്നിട്ടും വിളിച്ചിട്ടില്ല. അപ്പം അവർ വെയിറ്റ് ചെയ്യുന്നത് ബിഗ് ബോസിലേക്ക് ഒരു എൻട്രിയാണ്. അതിനവർ കാണിക്കുന്ന പേക്കൊത്താണ്. പക്ഷേ ദിസ് ലേഡി, ഞാൻ ആ ഡിബേറ്റ് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഷീ സോ ട്രൂ. പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണ്. ഒരാൾ നമ്മളെ ഉപയോഗിക്കുമ്പോൾ, മോശപ്പെടുത്തുമ്പോൾ ആ സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല എന്നവർ പറയുന്ന ദീപക്കിൻ്റെ ഇഷ്യൂലല്ല, അവരുടെ ലൈഫിലും ഒരുപാട് ലേഡീസിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ദ വെരി നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് ആക്ട് ഒന്നും വരത്തില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പോകുന്ന പാത്തിൽ ഒരുത്തം തുണി പൊക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഐ ഡോണ്ട് നോ വൈ. നമ്മളൊക്കെ അത് കാണുമ്പോൾ മുഖം മറച്ചിട്ട് പോകും. കാണുമ്പോൾ ഉള്ളൊരു അറപ്പുണ്ടല്ലോ, സ്ത്രീകൾക്ക് അത് അറപ്പാണ് തോന്നുക. യുവമാരെ വിചാരിക്കുമ്പോൾ അത് കാണിക്കുമ്പോൾ എന്തൊക്കെ തോന്നും നമുക്കെന്നാണ്. നമുക്കത് അറപ്പാണ്, മാറിപ്പോകും, മൈൻഡ് ചെയ്യാറില്ല. ഇന്ന് ആ ഏജിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ നിന്നാൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കത്തില്ല, കല്ലെടുത്ത് എറിഞ്ഞു കൊടുക്കും. നല്ല ചുടുകെട്ട് അവിടെ കിട്ടുമെങ്കിൽ, നല്ല പാറകലാണെങ്കിൽ അത് വെച്ച് എറിഞ്ഞു കൊടുക്കും. ഒരു തർക്കവും വിചാരിക്കണം, ഞാൻ ചെയ്യും. അപ്പം നമ്മുടെ ഓരോ ഏജിൽ ഓരോ ലെവലുണ്ട്. അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക ഘടന ഉള്ളവരെ അതിനെ ഓവർകം ചെയ്യുള്ളൂ. ബസ്സുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, പിടിക്കുക, ഞവിടുക, കഴുത്തിൽ ഉമ്മ വെക്കുക, നമ്മൾ അറിയ പോലും ഇല്ല. ഇതല്ലേ, നമ്മൾ അറിയത്ത് പോലും ഇല്ല. അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് വരുന്ന കുറേ ഞരമ്പ് രോഗികളുണ്ട്. മുമ്പൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി പിൻ തന്നു വിടും. അതാണ് നമ്മുടെ സെക്യൂരിറ്റി. കുത്തിക്കയറ്റി വെച്ച് കൊടുക്കാൻ പറയും നല്ലപോലെ. ഞാൻ പക്ഷേ അതൊന്നുമല്ല, തുപ്പി തരുമെന്ന് പറയും. തുപ്പിയിട്ടുമുണ്ട്. മേത്ത കണം തൊട്ടാൽ ഞാൻ തുപ്പി കൊടുക്കും. തുടങ്ങിയിട്ട് അവിടെ ഇരുന്ന് 10 പേര് കാണട്ടെ. ഈ പിന്നൊക്കെ വെച്ച് കുത്തിയാൽ ആ എന്ന് പറയും, അത്രയും ഇറക്കി പോകും. തുപ്പലാണ് ഏറ്റവും നല്ല മരുന്ന്. നല്ലപോലെ തുപ്പി അങ്ങ് വെച്ച് കൊടുക്കുക. അത് നമ്മളെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി നമ്മളോട് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്നൊരു കാര്യമാണ്. അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ ആരെങ്കിലും ഒരു വിഷയം പറയുന്നുണ്ടെങ്കിൽ, അവരെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവരുടെ നാവടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആ രീതിയിലല്ലാതെ പറയാൻ ഇവിടെ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. മുന്നോട്ട് വെച്ച ആശയം ഭീകരമായ ഒരു സംഗതിയാണ്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് റേപ്പാണ്. ഏറ്റവും കൂടുതൽ വെർബൽ അബ്യൂസ് നടക്കുന്നുണ്ട്, വെർബൽ റേപ്പിംഗ് നടക്കുന്നുണ്ട്. ഓരോ കുടുംബത്തിലെ സ്ത്രീകൾ അങ്ങനെയാണ്. വെർബൽ റേപ്പ് നടക്കുന്നുണ്ട് അവർക്കെതിരെ. സ്വന്തം ബന്ധുമിത്രാദികൾ കൂടെ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. സോ ആ ഒരു കണ്ടീഷൻ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവർക്കൊപ്പം നിൽക്കണം. അതിന് പകരം അവൾ അങ്ങനെ പറഞ്ഞു, അവൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് അവൾ പറയുന്ന എല്ലാം കുഴപ്പം എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഈ ഫെമിനിസ്റ്റ് ആശയത്തിനോട് എനിക്ക് യോജിപ്പില്ല. ഏത് ശ്രീലക്ഷ്മി അറയ്ക്കൽ മുന്നോട്ട് വയ്ക്കുന്ന ഫെമിനിസ്റ്റ് ആശയത്തിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ അച്ഛനെയോ എൻ്റെ സഹോദരനെയോ എൻ്റെ മക്കളെയോ നീക്കി നിർത്തിക്കൊണ്ട് എനിക്കൊരു സമത്വം വേണ്ട. അവർ മനസ്സിലാക്കി, അവർ അംഗീകരിച്ച് അവർക്കൊപ്പം ചേർത്ത് പിടിക്കുന്ന സമത്വത്തിനെയാണ് ഞാൻ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കിട്ടുക എന്നുള്ളതാണ്. ചവിട്ടി പുറത്താക്കി, അച്ഛനെയും തല്ലിക്കൊന്ന്, ആങ്ങളെയും പിടിച്ച് പുറത്താക്കി, ഭർത്താവിനെ തല്ലിക്കൊന്ന്, മകനിക്ക് 2 പൊട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.